ശ്രീ ടി ജെ വിനോദ്. സർ, ജലവിഭവ വകുപ്പ് മന്ത്രി. കൊച്ചി കോർപ്പറേഷനിലും സമീപ പ്രദേശങ്ങളിലെ 5 മുനിസിപ്പാലിറ്റികളിലും 13 പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന വിശാല കൊച്ചി മേഖലയിൽ അതീവ കുടിവെള്ളക്ഷാമമാണ് നേരിടുന്നത്. ഈ പ്രദേശങ്ങളിലെ ഗാർഹിക ആവശ്യങ്ങൾക്കും വാണിജ്യ ആവശ്യങ്ങൾക്കും കൂടാതെ ജലജീവൻ മിഷനിലൂടെ നടപ്പാക്കുന്ന പദ്ധതികൾക്കും കുടിവെള്ള സ്രോതസ് ഉറപ്പാക്കണമെന്ന് കേന്ദ്ര ഗവൺമെൻറ് തന്നെ നിഷ്കർഷിച്ചിട്ടുണ്ട്. കൊച്ചി കോർപ്പറേഷനിലെ ആലുവ ശുദ്ധീകരണശാലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന 225 MLD-യിൽ 121.5 MLD വെള്ളവും മരട് ശുദ്ധീകരണശാലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന 100 MLD-യിൽ നിന്ന് 53.5 MLD-യും ഉൾപ്പെടെ 175 MLD വെള്ളമാണ് കൊച്ചി നഗരത്തിൽ നൽകുന്നത് എന്നാണ് വാട്ടർ അതോറിറ്റിയുടെ കണക്ക്. ഇതിൽ വിതരണ നഷ്ടം 40 മുതൽ 50% വരെയാണെന്നാണ് വാട്ടർ അതോറിറ്റി പറയുന്നത്. കൊച്ചി കോർപ്പറേഷനിൽ ആകെ ജലവിതരണ കണക്ഷനുകൾ 1,50,000-ആണ്. ഗാർഹികേതരം 28,000-ആണ്. വ്യവസായ കണക്ഷനുകൾ 251 സ്പെഷ്യൽ കണക്ഷൻ 2 പൊതു ടാപ്പുകൾ 5,445 എണ്ണവുമാണ്. കൊച്ചിൻ പോർട്ട്, നേവൽ ബേസ്, കൊച്ചിൻ ഷിപ്പ്യാർഡ്, റെയിൽവേ സ്റ്റേഷനുകൾ, 10ഓളം ആശുപത്രികൾ, കോളേജുകൾ, വൻകിട ഹോട്ടലുകൾ എന്നിവ ഉൾപ്പെടെ ബൾക്ക് കൺസ്യൂമേഴ്സുമുണ്ട്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം കൊച്ചി നഗരം ക്ലാസ് 2-ൽ പെടും. സെൻട്രൽ പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് ഓർഗനൈസേഷൻ്റെ മാനദണ്ഡ പ്രകാരം ഒരു വ്യക്തിക്ക് സാധാരണഗതിയിൽ ഒരു ദിവസം 150 ലിറ്റർ വെള്ളമാണ് ആവശ്യമുള്ളത്. ഇത് പ്രകാരം കൊച്ചി നഗരത്തിൽ പ്രതിദിനം 50 MLD വെള്ളത്തിൻ്റെ ഷോർട്ടേജാണ് ഉള്ളത്. ഇതാണ് കൊച്ചിയുടെ പൊതുവായ സ്ഥിതി. ആലുവയിൽ നിന്ന് മരടിൽ നിന്നുമുള്ള വെള്ളം തമ്മനം പമ്പ് ഹൗസിൽ 135 MLD സംഭരണശേഷിയുള്ള ഗ്രൗണ്ട് ലെവൽ ടാങ്കിൽ വെള്ളം സംഭരിച്ച് 225 ഹോഴ്സ് പവറുള്ള കപ്പാസിറ്റിയുള്ള 2 മോട്ടോറുകൾ ഉപയോഗിച്ച് ഒന്നിടവിട്ട ദിവസം പ്രഷർ ബൂസ്റ്റ് ചെയ്താണ് നഗരത്തിൽ കുടിവെള്ള വിതരണം നടത്തുന്നത്. എന്നാൽ 2025 നവംബർ മാസം 10-ാം തീയതി 135 MLD സംഭരണശേഷിയുള്ള 2 അറകളുള്ള ടാങ്കിൻ്റെ 65 MLD കപ്പാസിറ്റിയുള്ള ഒരു അറ കാലപ്പഴക്കം മൂലം തകർന്നു പോവുകയും ആ സംഭരണിയുടെ ബാക്കി വരുന്ന 65 MLD കപ്പാസിറ്റിയുള്ള രണ്ടാമത്തെ അറയിൽ കാലപ്പഴക്കം മൂലം അപകടം ആവർത്തിക്കാതിരിക്കാൻ വിദഗ്ധ നിർദ്ദേശത്തെ തുടർന്ന് 45 MLD വെള്ളം മാത്രം സംഭരിച്ചാണ് ഇപ്പോൾ നഗരത്തിൽ വിതരണം നടത്തുന്നത്. 135 MLD വെള്ളം സംഭരിച്ച് ഒറ്റത്തവണയായി വിതരണം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പോലും വളരെയധികം കുടിവെള്ളക്ഷാമം അനുഭവപ്പെട്ടിരുന്ന കൊച്ചി നഗരത്തിൽ ഇപ്പോൾ 45 MLD വെള്ളം സംഭരിച്ച് പല ഘട്ടങ്ങളിലായി വിതരണം ചെയ്യുമ്പോൾ അതീവ ഗുരുതരമായ കുടിവെള്ളക്ഷാമമാണ് അനുഭവപ്പെടുന്നത്. ഇതിൻ്റെ ഭാഗമായി കലൂർ, കടവന്തറ, എളമക്കര, അയ്യപ്പൻകാവ്, പച്ചാളം, തട്ടാഴം, വടുതല, ചിറ്റൂർ, സെൻട്രൽ സിറ്റി ഏരിയ എന്നിവയിൽ അതീവ ഗുരുതരമായ കുടിവെള്ളക്ഷാമമാണ് അനുഭവപ്പെടുന്നത്. ടാങ്കർ ലോറിയിൽ വെള്ളം എത്തിച്ചു കൊടുക്കുന്ന ഉത്തരവാദിത്വം ഇന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തലയിൽ വാട്ടർ അതോറിറ്റി ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. ടാങ്ക് തകർന്നതിനെ തുടർന്ന് അന്നത്തെ വകുപ്പ് മന്ത്രി അന്ന് തന്നെ അവിടെ വരികയും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളുമായി ചർച്ച നടത്തി തീരുമാനമെടുക്കുകയും ചെയ്തുവെങ്കിലും നാളിതുവരെ ഇതുമായി ബന്ധപ്പെട്ട് ഫോളോ അപ്പ് നടപടികൾ ഉണ്ടായിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. സാർ, ഇന്ന് കൊച്ചി നഗരത്തിൽ അമൃത് പദ്ധതി ഫേസ് 1-ൽ 184 കോടി രൂപയും ഫേസ് 2-ൽ 374 കോടി ഉൾപ്പെടെ 558 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇതിൽ ഭൂരിഭാഗവും പൈപ്പ് മാറ്റലും ഓവർഹെഡ് ടാങ്ക് പണിയുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ളതാണ്. കൂടാതെ 1141 കോടി രൂപയുടെ ADB പദ്ധതി 10 വർഷം കൊണ്ട് നടപ്പാക്കുമെന്ന് വാട്ടർ അതോറിറ്റി പറയുന്നു. ആദ്യഘട്ടം പ്രിപ്പറേറ്ററി വർക്കും അസറ്റ് ഡാറ്റ അനലൈസേഷനുമാണ് നടക്കുന്നത്. പദ്ധതിയുടെ ബാക്കി ഭാഗം വരുന്ന 10 വർഷത്തെ മെയിൻ്റനൻസിൻ്റെ ഭാഗമായി പൈപ്പ് മാറ്റലും ലീക്കേജ് ഒഴിവാക്കലും ആണ് എന്നാണ് പദ്ധതിയിലുള്ളത്. പക്ഷേ പുതിയതായ ഒരു തുള്ളി വെള്ളം പോലും കൊച്ചി നഗരത്തിൽ ഈ പദ്ധതിയുടെ ഭാഗമായി എത്തുന്നില്ല. കഴിഞ്ഞ 10 വർഷമായി ഒരു തുള്ളി വെള്ളത്തിന് സ്രോതസ് പോലും കൊച്ചിയിൽ എത്തിക്കാൻ ഒരു നടപടിയും ആ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടില്ല. സാർ, ADB പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്ന സാഹചര്യത്തിൽ ഇത് പരിഹരിക്കാനായി കൊച്ചി കോർപ്പറേഷനോട് ചേർന്ന് കിടക്കുന്ന 5 മുനിസിപ്പാലിറ്റികളിലും 13 പഞ്ചായത്തുകൾക്കും പ്രയോജനം ലഭിക്കത്തക്ക വിധത്തിൽ ആലുവയിൽ നിലവിലുള്ള ശുദ്ധീകരണശാലയ്ക്ക് സമീപം വാട്ടർ അതോറിറ്റിയുടെ അധീനതയിലുള്ള 1.57 ഹെക്ടർ സ്ഥലത്ത് 523 കോടി രൂപ മുടക്കി 190 MLD കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതി ADB പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുമെന്ന് വാട്ടർ അതോറിറ്റി ഉറപ്പ് നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നാളിതുവരെയായി എന്ത് നടപടിയാണ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്? 190 MLD പ്ലാന്റ് അടിയന്തരമായി സ്ഥാപിക്കാൻ ഗവൺമെൻറ് തയ്യാറാകുമോ എന്നുള്ളതാണ് ഈ ശ്രദ്ധ ക്ഷണിക്കലിലൂടെ എനിക്ക് പെടുത്താനുള്ളത്. ബഹുമാനപ്പെട്ട മന്ത്രി.
സർ, അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചി നഗരത്തിനും സമീപ പ്രദേശങ്ങളായ മുനിസിപ്പാലിറ്റികൾക്കും വിവിധ പഞ്ചായത്തുകൾക്കും ആവശ്യമായ തോതിൽ ഗാർഹിക വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള ജലം ലഭ്യമാക്കുക എന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ് ബഹുമാനപ്പെട്ട അംഗം ശ്രീ ടി ജെ വിനോദ് ഇവിടെ ശ്രദ്ധ ക്ഷണിക്കലിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത്. സാർ, ഈ പ്രശ്നങ്ങൾ വളരെ സമീപ എം എൽ എമാരടക്കം ഇക്കാര്യങ്ങളിൽ ബഹുമാനപ്പെട്ട അംഗങ്ങൾ കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. സാർ, ഇതൊരു ഗൗരവമുള്ള, വിവിധ മണ്ഡലങ്ങളെ ബാധിക്കുന്ന ഗൗരവമുള്ള ഒരു വിഷയമെന്ന നിലയിൽ തീർച്ചയായിട്ടും കൊച്ചിക്കും സമീപ പ്രദേശങ്ങൾക്കും ഏറ്റവും അത്യാവശ്യമായ ഈ പദ്ധതിയുടെ അങ്ങ് സൂചിപ്പിച്ചത് കൊണ്ട് ഞാൻ പറയാം, അൻവർ സാദത്തും ഷിയാസും രണ്ടാളുകളും എനിക്ക് എഴുതി തന്നതാണ്. കോൾ അറ്റൻഷൻ ആയതുകൊണ്ട് മാത്രം അതിൽ ഇന്റർഫിയർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. അതെ, യെസ്, അങ്ങ് ഞാൻ അവരുടെ പേരുകൾ അങ്ങ് പറഞ്ഞത് ശരിയാണ്. അൻവർ സാദത്ത്, ഉമ്മ തോമസ്, അതുപോലെ മുഹമ്മദ് ഷിയാസ്, ബഹുമാനപ്പെട്ട 3 അംഗങ്ങളും ഇത് സംബന്ധിച്ച് കത്ത് തരികയും പ്രത്യേകമായി യോഗം വിളിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ടി ജെ വിനോദും കത്ത് നൽകി അദ്ദേഹം ശ്രദ്ധ ക്ഷണിക്കൽ അവതരിപ്പിക്കുകയും ചെയ്തു. പൊതുപ്രാധാന്യമുള്ള ഒരു പ്രശ്നമെന്ന നിലയിൽ ബഹുമാനപ്പെട്ട അംഗമിടെ ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങളിൽ ഗവൺമെൻറ് പ്രത്യേകമായി പരിശോധിക്കുകയുണ്ടായി. തമ്മനത്ത് നിലവിലുണ്ടായിരുന്ന 135 MLD സംഭരണശേഷിയുള്ള വാട്ടർ ടാങ്ക് 2 കമ്പാർട്ട്മെൻറ്റുകളായി തിരിച്ച് ജലവിതരണം നടത്തിക്കൊണ്ടിരുന്നത്. ഇതിൽ ഒരറ തകർന്നതിനെ തുടർന്ന് ജലവിതരണത്തിൽ പ്രതിസന്ധി ഉണ്ടാകുന്ന സാഹചര്യം വന്നു. ആ പ്രശ്നങ്ങൾ വാട്ടർ അതോറിറ്റി പരിഹരിക്കുകയുണ്ടായി. ഇപ്രകാരം നിലവിലുള്ള ഒരു കമ്പാർട്ട്മെൻറ്റ് ഉപയോഗിച്ച് 4 തവണയായി ജലം സംഭരിച്ച് മുൻപ് വിതരണം ചെയ്തിരുന്നത്ര അളവിൽ തന്നെ ശുദ്ധജല വിതരണം പരാതികളില്ലാതെ നിലവിൽ ക്രമീകരിച്ചു വരികയാണ്. പക്ഷേ എങ്കിലും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെ അല്പം പോലും കുടിവെള്ള വിതരണം വർദ്ധിപ്പിക്കുവാനോ അതിൻ്റെ ക്വാണ്ടിറ്റി വർദ്ധിപ്പിക്കുവാനോ കഴിഞ്ഞിട്ടില്ല എന്ന പ്രശ്നം നിൽക്കുകയാണ്. ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തിൽ ആവശ്യമായ നടപടികളാണ് വാട്ടർ അതോറിറ്റിയുടെ തലത്തിൽ സ്വീകരിച്ചു വരുന്നത്. വാട്ടർ അതോറിറ്റിയുടെ ഉടമസ്ഥയിലുള്ള സ്ഥലത്ത് പുതിയ 25 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള സംഭം, 25 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ഉന്നതതല ജലസംഭരണിയും നിർമ്മിക്കുന്നതിന് വേണ്ടി 30 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ആലുവയിൽ സ്ഥിതി ചെയ്യുന്ന 4 ശുദ്ധീകരണശാലകളിലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന 225 MLD ജലം ലഭ്യമാകുന്നതിൽ നിന്നാണ് കൊച്ചി കോർപ്പറേഷനിലേക്കും സമീപ പഞ്ചായത്തുകളിലേക്കും കുടിവെള്ള വിതരണം നടത്തിവരുന്നത്. നിലവിൽ അനുവദനീയമായതിലും 30% അധിക ജലം ഉൽപ്പാദിപ്പിച്ച് 290 MLD ജലം വിതരണം ചെയ്യുവാനാണ് ലക്ഷ്യമിട്ടിരുന്നത്. കൂടാതെ മരടിൽ സ്ഥാപിച്ചിട്ടുള്ള 100 MLD പദ്ധതിയിൽ നിന്നും പശ്ചിമ കൊച്ചിയിലേക്ക് വെള്ളം വിതരണം ചെയ്യുന്നതും ഇപ്പോൾ നടക്കുകയാണ്. ഇതിന് പുറമെയാണ് ജലജീവൻ മിഷൻ വഴി പഞ്ചായത്തുകളിലെ മുഴുവൻ വീടുകൾക്കും ശുദ്ധജല കണക്ഷൻ നൽകാൻ, മുഴുവൻ പ്രദേശങ്ങൾക്കും ശുദ്ധജല കണക്ഷൻ നൽകാൻ നടപടി സ്വീകരിച്ചു വരുന്നത്. അമൃത് പദ്ധതി വഴി കോർപ്പറേഷൻ പരിധിയിൽ വരുന്ന കുടിവെള്ള കണക്ഷൻ നൽകുന്ന പ്രവൃത്തി പുരോഗമിച്ചു വരികയാണ്. ഇത് പരമാവധി വേഗത്തിൽ പൂർത്തിയാക്കുവാൻ നടപടി സ്വീകരിക്കുന്നതാണ്. കൊച്ചിയിലും സമീപ പഞ്ചായത്തുകളിലും രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്നത് പരിഹരിക്കുന്നതിലേക്കായി 2050 വരെയുള്ള ഉപഭോഗ ആവശ്യം കണക്കാക്കി ആലുവയിൽ 190 MLD ശേഷിയുള്ള പ്ലാന്റ് നിർമ്മിക്കുന്നതിനാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. പ്രസ്തുത പദ്ധതി പ്രകാരം പെരിയാർ നദിയോട് ചേർന്ന് പുതിയ പമ്പ് ഹൗസ്, പമ്പ് സെറ്റ്, ഉന്നതതല ജലസംഭരണി, ശുദ്ധീകരണശാല എന്നിവ ഉൾപ്പെടെ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ADBയുടെ സഹായത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട അംഗം ശ്രീ ടി ജെ വിനോദ് സൂചിപ്പിക്കുകയുണ്ടായി. ADB സഹായത്തോടെയുള്ള കേരള അർബൻ വാട്ടർ സർവീസ് ഇംപ്രൂവ്മെന്റ് പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി പ്രസ്തുത പദ്ധതിക്ക് നൽകിയിട്ടുള്ള ആകെ ഭരണാനുമതി തുക 2511 കോടി രൂപയാണ്. ഇതിൽ മാറ്റം വരുത്താതെ ഈ പദ്ധതിയുടെ ഭാഗമായി തന്നെ ഇറക്കിയിരിക്കുന്ന ജിയോ പ്രകാരം ആലുവയിൽ 190 MLD ജല ശുദ്ധീകരണശാലയുടെ നിർമ്മാണത്തിന് പ്രത്യേക ഭരണാനുമതി നൽകുന്ന വ്യവസ്ഥയിൽ പുതുക്കിയ ഘടകങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ജിയോ 38 പ്രകാരം സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. ആലുവയിൽ 190 MLD ജലശുദ്ധീകരണശാലയുടെയും അനുബന്ധ പ്രവർത്തനങ്ങളുടെയും നിർമ്മാണത്തിന് വേണ്ടി 523 കോടി രൂപയുടെ വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് ജലവിഭവ വകുപ്പ് അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയിക്കുന്നു. തുടർന്ന് ഇക്കാര്യത്തിൽ സർക്കാരിന്റെ അന്തിമ ഭരണാനുമതി ലഭ്യമാക്കുന്നതിന് വേണ്ടി ധനകാര്യ വകുപ്പിന്റെ പരിശോധനയ്ക്കായി ബന്ധപ്പെട്ട ഫയൽ ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ പരിഗണനയ്ക്ക് ഉടനെ തന്നെ സമർപ്പിക്കുന്നതാണ്. കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയുള്ള ജലസ്രോതസ് ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്നുള്ളതും അറിയിക്കുന്നു. പ്രസ്തുത പ്രവൃത്തി പൂർത്തീകരിക്കുന്നതോടുകൂടി കൊച്ചി കോർപ്പറേഷനിലും അതിനോടൊപ്പം ചേർന്ന് കിടക്കുന്ന 5 മുനിസിപ്പാലിറ്റികൾക്കും 13 പഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്ന പ്രദേശത്തിനും പൂർണ്ണമായും കുടിവെള്ളം എത്തിക്കുവാനും കൊച്ചിയുടെ കുടിവെള്ള ക്ഷാമത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കുവാനും ഈ പദ്ധതി പ്രയോജനകരമായി തീരും
ഈ പദ്ധതിയുടെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഇത് പരമാവധി വേഗത്തിൽ ബാക്കി നടപടികൾ പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് ഇതിന്റെ നിർമ്മാണ കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വകുപ്പ് നേതൃത്വം കൊടുക്കുന്നതാണ്. ചോദ്യം. സർ, ബഹുമാനപ്പെട്ട മന്ത്രി തന്ന മറുപടിയിൽ 190 MLD പ്ലാന്റ് സ്ഥാപിക്കാനുള്ള നടപടിയുമായി ഗവൺമെൻറ് മുന്നോട്ട് പോകും എന്ന് പറഞ്ഞതിലുള്ള സന്തോഷവും നന്ദിയും ആദ്യമായി പ്രകടിപ്പിക്കുക. സർ, ഇവിടെ 2025 നവംബർ മാസം 10-ാം തീയതി തമ്പനം പമ്പ് ഹൗസിൽ തകർന്ന ഗ്രൗണ്ട് ലെവൽ ടാങ്ക് പുനഃസ്ഥാപിക്കാൻ എന്ത് നടപടിയാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്? മിനിസ്റ്റർ. കാര്യത്തിൽ ഇപ്പോൾ ജലവിതരണം നടത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടി 2 കമ്പാർട്ട്മെന്റിലായി ഒരു അറ ആണ്. ആ അറ തകർന്നതാണ് പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. എങ്കിലും അതിന് ബുദ്ധിമുട്ട് കൂടാതെ ജലവിതരണം ഇപ്പോൾ നടത്തുന്നുണ്ട്. ഇതിനൊരു ബദൽ പ്രപ്പോസൽ ഡിപ്പാർട്ട്മെന്റ് ലെവലിൽ ചോദിച്ചിരുന്നു. ആ പ്രപ്പോസൽ ഗവൺമെന്റിലേക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അക്കാര്യങ്ങൾ പരിശോധിച്ച് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കും. ബഹുമാനപ്പെട്ട അംഗം ശ്രീ വിനോദുമായും അക്കാര്യങ്ങൾ പ്രത്യേകമായി ചർച്ച ചെയ്ത് തൃപ്തികരമായ നിലയിൽ അത് നടപ്പാക്കുന്നതിന് വേണ്ടി സർക്കാർ ശ്രദ്ധിക്കുന്നതായിരിക്കും.